നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചനെ, ഇത് എവിടെയാണ്? താനിത് കണ്ടോ? പാലും അടുപ്പത്ത് വെച്ച് സ്വപ്നം കണ്ടോണ്ട് നിന്നാലേ ഇതാ ഇങ്ങനെ ഇരിക്കും. കൊള്ളാം. എനിക്കറിയാം താൻ ഏത് ലോകത്തായിരുന്നു. സന്ദീപിന്റെ മോൾ ഇവിടേക്ക് വന്നപ്പോ മുതല് ഇതാണല്ലോ തന്റെ അവസ്ഥ. സത്യം സച്ചേട്ടാ, മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അവളുടെ മുഖം മനസ്സില്. ഇങ്ങനെയാണെങ്കിൽ തന്റെ കാര്യം വളരെ പരിതാപകരാവുമല്ലോ. എന്റെ കാര്യങ്ങൾ നോക്കാൻ ഇനി തനിക്ക് സമയം കിട്ടുമോ? അതെ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ഇനി സച്ചേട്ടന്റെ കുറെ കാര്യങ്ങളൊക്കെ സച്ചേട്ടൻ തന്നെ സ്വയം നോക്കേണ്ടി വരും. അവളുടെ കാര്യം കൂടി നോക്കുന്നോണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് വരും. എപ്പോഴും എന്റെ തോളിലെ പെണ്ണിന്റെ ഉറക്കം. ഞാൻ ചെന്നാ പിന്നെ ആരും വേണ്ട. ആതിരയാണെങ്കിൽ കുറച്ചു നേരം എടുത്താ പിന്നെ കൊണ്ടുപോയി കിടത്തും. അപ്പൊ അവള് കരയും. ആതിരയാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. മോളുടെ കരച്ചില് കേട്ടാ എനിക്ക് സമാധാനമായിട്ട് നിക്കാൻ പറ്റുമോ? ഞാൻ പോയി എടുത്ത് തോളിലിടുമ്പോ പിന്നെ കരച്ചിലങ്ങ് നിർത്തും. ചുരുക്കി പറഞ്ഞ സമയാസമയം പാല് കൊടുക്കുന്നു എന്നൊരു ജോലിയല്ലാതെ ആതിരയ്ക്ക് മറ്റൊരു ജോലിയില്ല. താനിങ്ങനെ മോളോട് അമിത സ്നേഹം കാണിക്കുമ്പോ എനിക്കെന്തോ പേടി തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി അതിന്റെ കാര്യം എന്താന്ന്. ആ കാര്യത്തില് സച്ചേട്ടന് ഒരു പേടിയും വേണ്ട. ഉടനെ ഞാനൊരമ്മയും സച്ചേട്ടനൊരു അച്ഛനും ആവും. ഇതെല്ലാം അതിന്റെ ഒരു റിഹേഴ്സൽ മാത്രമേ കണ്ടാ മതി. ഞാൻ നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ച് ഒരമ്മയാവാനുള്ള തയ്യാറെടുപ്പില്ല. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഞാനൊരമ്മയുടെ ഉത്തരവാദിത്വവും കടമയും ഒക്കെ അറിയുന്നുണ്ട്. പ്രസവിക്കാതെ തന്നെ ഒരമ്മ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നുമുണ്ട്. ഞാനും സച്ചേട്ടനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒന്നും അല്ല സച്ചേട്ടാ ഒരമ്മ അച്ഛനോ എന്നൊക്കെ പറയുന്നത്. പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭൂതി തന്നെയത്. അനുഭവിച്ചറിയേണ്ട ഏറ്റവും സന്തോഷമുള്ള ഒരു അനുഭൂതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.